CPM-ൽ ആലപ്പുഴത്തല്ല് പൊടിപൂരമായിട്ട് തുടരുമ്പോൾ തന്നെ തലസ്ഥാനത്ത് CPM-ഉം CPI-യും തമ്മിൽ ഒരു മുട്ടം പോര് തുടങ്ങിയിരിക്കുക. ആലപ്പുഴയിൽ നമ്മുടെ G. സുധാകരൻ സീനിയർ മോസ്റ്റ് നേതാവ് അതേ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മന്ത്രി സജി ചെറിയാൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, അമ്പലപ്പുഴ MLA എന്നിവർ. മന്ത്രിയും സെക്രട്ടേറിയറ്റ് അംഗവുമായ സജി ചെറിയാൻ നമ്മുടെ സുധാകരനെ ഉപദേശിക്കാൻ പോയതാ പ്രശ്നമായത്. അദ്ദേഹം പറഞ്ഞു, പ്രായമൊക്കെ ആയില്ലേ, ഇനിയും പാർട്ടിയോട് ചേർന്ന് നിന്ന് ഇംഗ്ലാവൊക്കെ വിളിച്ച് അങ്ങനെ നിന്നാ മതി, സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലും മതി എന്നൊരു ഉപദേശം കൊടുത്തതാ. നല്ല ബുദ്ധിയിൽ ചെയ്തതാ, സൽബുദ്ധി കൊണ്ടുണ്ടായതാ, അല്ലാതെ ദേഷ്യവും പിണക്കം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ദേഷ്യവും ഇല്ലെന്ന്. ദേഷ്യമില്ല, സത്യമായിട്ടും ദേഷ്യമില്ല, ഒരു നല്ല കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് സുധാകരൻ അത്ര പിടിച്ചില്ല. സുധാകരൻ ഈ പാർട്ടിയിൽ എത്ര കാലം ഉണ്ടായിരുന്നതാ? പിണറായി വിജയനാണല്ലോ ഇപ്പോഴത്തെ കാരണഭൂതർ. അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ പ്രവർത്തിച്ച ആളല്ലയോ? എത്ര വർഷമായിട്ട് SFIയിലെ, DYFIയിലെ, പാർട്ടിയിലെ, മന്ത്രിസഭയിലെ അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ആളല്ലയോ? അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നു മോനെ സജി ചെറിയാൻ മന്ത്രി, താൻ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട, അതിനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴ് ഈ പല പല അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ട് നമ്മുടെ സുധാകരൻ വെറും ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് തരം താഴ്ത്തി അവിടെ കൊണ്ടിട്ടിരിക്കുക. ഈ ബ്രാഞ്ച് കമ്മിറ്റിയെ നയിപ്പിക്കാൻ കേന്ദ്ര കമ്മിറ്റി CS സുജാത അവരടക്കമുള്ളവർ ചെന്നു. പക്ഷെ സുധാകരനുണ്ടോ? വഴങ്ങുന്നു. അവർ പറഞ്ഞു, നമ്മുടെ ഈ VS സ്മാരക പുരസ്കാരം കൊടുക്കുക കുട്ടനാട്ടില്, അതിന് വന്ന് സംബന്ധിക്കണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരെ പണി നോക്കാൻ പറഞ്ഞു, കുട്ടനാട്ടില് അതൊക്കെ നടത്താൻ വേറെ ആളുണ്ട്, എന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ ആലപ്പുഴയിലെ അവസ്ഥ. CPM-ഉം CPI-യും തമ്മിലുള്ളത് ഇതുപോലെ പെറ്റി കേസ് ഒന്നുമല്ല കേട്ടോ, ആശയപരമാണ്, രാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിദ്യാഭ്യാസ വകുപ്പിലെ PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നു. ആദ്യം CPM-ഉം CPI-യും എല്ലാം കൂടെ പറഞ്ഞത് വേണ്ട, നമുക്കത് വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ ഇപ്പം ആ പദ്ധതി നടപ്പാക്കിയാൽ കിട്ടുന്ന ഫണ്ടിന്റെ കാര്യം ഓർത്തപ്പോഴേ CPM-നൊരു പുനർവിചിന്തനം, ഒന്ന് മാറ്റി ചിന്തിച്ചു, നമുക്കതങ്ങ് ഒപ്പിട്ടാലോ, ആ പദ്ധതി അങ്ങ് സ്വീകരിച്ചാലോ. പക്ഷെ ഇപ്പൊ CPI ഉണ്ടല്ലോ മുടക്കിയിരിക്കുക. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, ഉച്ചഭക്ഷണം, പാഠപുസ്തകം ഇതൊക്കെ ഇപ്പൊ സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഈ സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര പദ്ധതി, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്നത്. 60% കേന്ദ്രത്തിന്റെ വക, 40% നമ്മുടെ സംസ്ഥാനത്തിന്റെ വക. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് മേൽപ്പറഞ്ഞ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അത് മാത്രമല്ല, 7000-ഓളം അധ്യാപകരുടെ ശമ്പളവും ഈ പദ്ധതിയിൽ നിന്ന് വരും. സർവശിക്ഷാ അഭിയാൻ വഴിയാണ് അത് ചെയ്യുന്നത്. പക്ഷേ മോഡി സർക്കാർ ഇതിനിടയിൽ ഒരു കൊനിഷ്ഠ കാണിച്ചു. അവർ ഈ PM ശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. ഓരോ സംസ്ഥാനവും ഈ PM ശ്രീ പദ്ധതിയിൽ ചേർന്നാൽ മാത്രമേ ഈ സർവശിക്ഷാ അഭിയാൻ വഴിയുള്ള ഫണ്ട് കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു കടുംപിടുത്ത ഒരു കണ്ടീഷൻ മോഡി സർക്കാർ മുന്നോട്ട് വെച്ചു. അത് വല്ലാത്തൊരു കുരിശായി. ഈ PM ശ്രീയിൽ ചേരാൻ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് സംസ്ഥാനത്തെ ഒരു നിശ്ചിത ശതമാനം സ്കൂളുകൾ PM ശ്രീ വിദ്യാലയങ്ങളിൽ നിന്ന് നാമകരണം ചെയ്യണം, അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്യണം. അത് മാത്രമല്ല, അതിന്റെ മുൻവശത്തെ ഭിത്തിയിലൊക്കെ ഈ കാവി കളറടിക്കുകയൊക്കെ വേണം. ഒരു BJP സംഭവമാണ് അത്. RSSന്റെ ഒരു താല്പര്യപ്രകാരം കൊണ്ടുവന്നൊരു പരിപാടിയാണ്. ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയങ്ങളെല്ലാം അങ്ങനെ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണോ ഇതിന്റെ പ്രയോജനം നമുക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ PM ശ്രീ സ്കൂളുകളില് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ കട്ടൗട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് വിദ്യാർത്ഥികൾക്ക് സെൽഫിയൊക്കെ എടുക്കാം, അങ്ങനെ സായുജ്യം അടയാം. അങ്ങനെയും ചില സൗകര്യങ്ങൾ ഈ PM ശ്രീ പദ്ധതിയിലുണ്ട്. സത്യം പറഞ്ഞാല് ചരിത്രം തിരുത്തുന്നത് ഉൾപ്പെടെ ഈ BJPയുടെ ഹിന്ദുത്വ വിദ്യാഭ്യാസ നയം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാനുള്ള ഒരു കുറുക്കുവഴിയാണ് ഈ PM ശ്രീ പദ്ധതി എന്നൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM-ഉം CPI-യും നമുക്ക് കേരളത്തിൽ ഇത് വേണ്ടാന്ന് തീരുമാനിച്ചു. അത് മാത്രമല്ല, അതിലൊരു ന്യായമുണ്ട്. അതേ 40% നമ്മുടെ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. പിന്നെന്തിനാ ഇത് ഒരു കേന്ദ്ര പദ്ധതിയായിട്ട് നടപ്പാക്കുന്നത്? ആദ്യം ഒന്നിച്ചൊരു തീരുമാനമായിരുന്നു. പക്ഷേ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ 1466 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടാതെ വരുമെന്ന് മനസ്സിലായി. ഇത് കേരളത്തിന് അവകാശപ്പെട്ടതാ, അല്ലാതെ കേന്ദ്രത്തിന്റെ ഔദാര്യമൊന്നുമല്ല. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ ഒരു കാവി നിബന്ധന, അതായത് PM ശ്രീയില് അംഗമാകണം, അല്ലെങ്കിൽ PM ശ്രീയുടെ ഭാഗമാകണം. കാശിന്റെ കണക്ക് കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ CPM-ന് ഉത്തരം മുട്ടിപ്പോയി. ചേട്ടാ, നമ്മുടെ ഈ ആദർശത്തിന്റെ പേരില്, BJP RSS വിരുദ്ധ നയത്തിന്റെ പേരില് നമ്മൾ ഈ 1466 കോടി രൂപ എന്തിനാ കളയുന്നത്? അത് ശരിയല്ലല്ലോ, കേരളത്തിന് കിട്ടേണ്ടതല്ലയോ? ആദർശം അവിടെ കിടക്കും, BJP RSS വിരുദ്ധ നയം അതൊക്കെ അവിടെ കിടക്കും, അതവിടെ കിടന്നോട്ടെ. പക്ഷെ നമുക്ക് കാശ് കിട്ടണം.
കാശാണോ കാറൽ മാർക്സ് ആണോ വലുതെന്നൊരു ചോദ്യം വന്നു CPM-ന്റെ മുമ്പിൽ. അവരാലോചിച്ചപ്പോൾ കാശാ വലുതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? നമുക്കിതങ്ങ് നടപ്പാക്കാം. ഇത് നേരത്തെ ഒരിക്കലും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതാണ്. അപ്പൊ CPI ശക്തമായിട്ട് എതിർത്തു. CPI എന്ന് പറഞ്ഞാൽ ഈ ആദർശത്തിന്റെ അസ്ക്യത അവർക്ക് അല്പം കൂടുതലാണ്. അവരതേ കടിച്ചു പിടിച്ചിങ്ങനെ കിടക്കും. അവർക്ക് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പണ്ടേ ഉള്ളതാണ്. അവരെതിർത്തു. അപ്പൊ എന്ത് പറഞ്ഞു? മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കിത് ഇടതുപക്ഷ മുന്നണിയിൽ വെക്കാമെന്ന്. പക്ഷെ ഇടതുപക്ഷ മുന്നണിയിൽ വെച്ചാലും ഈ എതിർപ്പുണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ, അത് മാത്രമല്ല 1466 കോടി രൂപ ചെറിയ തുകയല്ല, സംഖ്യ വളരെ വലുതാ. അപ്പൊ മുഖ്യമന്ത്രി നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമുക്കിതൊരു ഡിപ്പാർട്ട്മെന്റൽ തീരുമാനമായിട്ട് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം. അതിപ്പോ ഇടതുപക്ഷ മുന്നണിയിലോ ക്യാബിനറ്റിലോ ഒന്നും വെച്ച് ചർച്ച ചെയ്യണ്ട. നമ്മുടെ വകുപ്പ് എടുക്കുന്ന ഒരു തീരുമാനം. കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, PM ശ്രീ പദ്ധതി, നമ്മൾ അതിൽ ചേരുന്നു, ഈ കാശും വാങ്ങിക്കുന്നു, നമുക്ക് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു. അത് പക്ഷെ പുറത്തു വന്നു. അതോടെയാണ് CPIക്ക് ഹാലൊഴുകിയിരിക്കുന്നത്. ഇതിന് പിന്നിലെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് കാശിന്റെ വരെ അറിയാവുന്ന ഒരാളാണ്. വെറുതെ 1466 കോടി രൂപ കളയേണ്ട കാര്യമില്ല. പക്ഷേ തിരശ്ശീലയ്ക്ക് മുമ്പിൽ നിന്ന് കളിക്കുന്ന നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയാ. അല്ലെങ്കിൽ തന്നെ ഈ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലൊരു പ്രശ്നം ഉണ്ടായല്ലോ. ഹിജാബ് ധരിച്ചു വരുന്ന ഒരു കുട്ടിക്ക് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ലോക്കലായിട്ട് പ്രശ്നം പരിഹരിച്ചതാ. അപ്പോഴാണ് നമ്മുടെ മന്ത്രി ഇടപെട്ടത് കൂടുതൽ വഷളാക്കി. അത് മാത്രമല്ല, ഒരു വിഭാഗം ആളുകൾ LDFന് എതിരാവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു നേട്ടത്തിലൂടെ വിജയ ശ്രീലാളിതനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി. ഇപ്പൊ അദ്ദേഹം പിടിച്ച പിടിയാലെ പറയുന്നത് നമ്മൾ ഈ PM ശ്രീ പദ്ധതിയിലെ ചേരും, ആ 1466 കോടി രൂപ വാങ്ങും, അതങ്ങനെ വെറുതെ കളയാൻ പറ്റത്തില്ല എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. പത്രവാർത്ത കേട്ടാണ് ഈ വിവരം അറിഞ്ഞതെന്നാണ് നമ്മുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ. രണ്ടാമത്തെ വലിയ പാർട്ടിയല്ലയോ, നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു പ്രധാന നിശ്ചയം വരുമ്പോഴേ അതൊന്ന് പറയണ്ടായോ? ശിവൻകുട്ടി മന്ത്രി അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒന്നുകിൽ ഫോൺ വിളിച്ചൊന്ന് പറയുക. ബിനോയ് വിശ്വം സമപ്രായക്കാരാണല്ലോ, നല്ല സുഹൃത്തുക്കളാണല്ലോ, ഒന്ന് ഫോണിൽ പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. കുറഞ്ഞ പക്ഷം വാട്സാപ്പിലൊരു മെസ്സേജ് എങ്കിലും ഇടാമായിരുന്നു. ശിവൻകുട്ടി മന്ത്രി അത് ചെയ്തില്ല. അത് വലിയ കഷ്ടമായി പോയി. പിന്നെ ബിനോയ് വിശ്വം പറയുന്നത് ശരിയാകട്ടോ, ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് BJPയുടെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള ഒരു കുറുക്കുവഴിയാണെന്നുള്ളത്. അതിനെ എതിർക്കണം, എതിർത്ത് തോൽപ്പിക്കണം. ഇപ്പൊ തമിഴ്നാടൊക്കെ അതിശക്തമായിട്ട് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുക. അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അവരിത് നടപ്പാക്കില്ല എന്നാണ് പറയുന്നത്. ഈ പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഹിന്ദുത്വ ശക്തികൾക്ക് അടിയറവ് പറയാൻ ഒരുക്കമല്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞിരിക്കുക. അവരങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പൊ നമ്മളും അതുപോലെ ശക്തമായിട്ടൊരു നിലപാടെടുക്കണം. ഇതാണ് സാഹചര്യമെങ്കിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണമായിരുന്നു എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ശിവൻകുട്ടി മന്ത്രിക്ക് അതിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. പലവട്ടമല്ല, എത്ര വട്ടം വേണമെങ്കിലും ആലോചിക്കാം. ഒന്ന് സമ്മതിച്ചു തന്നാ മതി. ഈ PM ശ്രീ പദ്ധതിയിൽ ചേരാന് ഇടതുമുന്നണി, ക്യാബിനറ്റ്, CPI എല്ലാവരും ഒന്ന് സമ്മതിച്ചാൽ മതി. നമുക്ക് ആ 1466 കോടി രൂപ നേടിയെടുക്കണം. ഈ രൂപ എന്ന് പറയുമ്പം ഇതാണോ മാർക്സിസം, ഇതാണോ കമ്മ്യൂണിസം, രൂപയുടെ അടിസ്ഥാനത്തിൽ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആണോ തീരുമാനമെടുക്കുന്നതൊക്കെ ചോദിക്കാം. അതൊക്കെ ചുമ്മാ ചോദ്യങ്ങളാ. പ്രായോഗികമായിട്ട് വരുമ്പം കാശാ പ്രധാനം. പണത്തിന് മേലെ പരുന്തും പറക്കില്ല, ആദർശവും പറക്കില്ല. CPIയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവരുടെ കൺമുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. CPM-ന്റെ RSS BJP വിരുദ്ധ നയം അത് വെറും വാചകമടി മാത്രമാണെന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാത്തത്? നമ്മുടെ മുമ്പിൽ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ലാവ്ലിൻ കേസ് 40 തവണ മാറ്റിവെക്കുന്നു. അതെന്തുകൊണ്ടാ? ഒരു അന്തർധാര ഇല്ലേ? അല്ലെങ്കിൽ ഉണ്ടെന്നൊന്ന് സംശയിക്കണ്ടേ? അതുപോലെ എക്സാലോജിക്ക് നടപടികളൊന്നും നടക്കുന്നില്ലല്ലോ. എവിടെയാണത് മന്ദീഭവിച്ചത്? ഒന്ന് ആലോചിക്കണ്ടേ? പിന്നീട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകന് വന്ന സമൻസ്, ED സമൻസ്. ചേട്ടാ, ED ഒരു സമൻസ് അയച്ചാല് അതിന്മേൽ നടപടി ഉണ്ടാകാതിരിക്കുമോ? പിന്നെ എന്തുകൊണ്ട് ഉണ്ടായില്ല? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ലല്ലോ. അത് എന്തുകൊണ്ടാണെന്നൊന്ന് ആലോചിക്കണ്ടേ? പിന്നെ എന്തിനാ തൃശ്ശൂർ നടന്ന കാര്യം? CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ജയിക്കേണ്ടതല്ലായിരുന്നോ ലോക്സഭാ തെരഞ്ഞെടുപ്പില്? എങ്ങനെയാണ് അട്ടിമറിച്ചത്? പൂരം കലക്കിയിട്ടല്ലേ? പൂരം കലക്കാൻ സഹായിച്ചത് ആരാ? കേരള പോലീസ് അല്ലേ? കേരള പോലീസ് ആരുടെ കീഴില? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലല്ലേ? ഈ പൂരം കലക്കലിന് മുമ്പ് ADGP അജിത് കുമാറും ഹോസബള RSS നേതാവും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായില്ലേ? ഇതൊന്നും CPI അറിഞ്ഞില്ലേ? കാര്യങ്ങൾ കൃത്യമായിട്ട് വേണ്ട വേഗതയിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. നേരത്തെ പല പ്രശ്നങ്ങളിലും
ഉറച്ച നിലപാടെടുത്ത് അത്യാവശ്യം പിടിവാശി കാട്ടി കാര്യങ്ങൾ നേടിയെടുത്ത ചരിത്രം CPIക്കുണ്ട്. അത് മറക്കുന്നില്ല. വെളിയം ഭാർഗവൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു രാജ്യസഭാ സീറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല. രണ്ടും CPM എടുത്തു. പക്ഷെ വെളിയം പിടിച്ച പെടിയാലിൽ നിന്ന് ഒരു സീറ്റ് വാങ്ങിച്ചെടുത്തു. അതുപോലെ കാനത്തിന്റെ കാലത്ത് മന്ത്രി തോമസ് ചാണ്ടി അദ്ദേഹം രാജിവെക്കണമെന്ന് CPI പലവട്ടം ആവശ്യപ്പെട്ടിട്ടും രാജി ചോദിക്കാനോ രാജി വാങ്ങാനോ പിണറായി വിജയൻ തയ്യാറായില്ല. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താ. അപ്പൊ എന്താ ഉണ്ടായത്? ഒരു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI അംഗങ്ങളങ്ങ് മാറി നിന്നു. അവര് മന്ത്രിസഭാ യോഗത്തിന് പോയില്ല. അടുത്ത ദിവസം തോമസ് ചാണ്ടിയുടെ രാജി യാഥാർത്ഥ്യമായി. അതുപോലെ ഈ മാവോയിസ്റ്റുകളെ വെടിവെക്കുന്നതിനായിട്ട് CPI ഒരു നിലപാടെടുത്തു. അത് സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. പിന്നീട് ഈ പോലീസ് നയം പരിഷ്കരിച്ചുകൊണ്ട് ഈ പത്രസ്വാതന്ത്ര്യത്തിൽ അല്പം നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിച്ചതാണ്. രണ്ടു വട്ടം ആലോചിച്ചു. അപ്പോഴും CPI എതിർത്തത്. പിന്നെ അങ്ങ് ആലോചിച്ചു. ഏറ്റവും അവസാനം ഓരോ വകുപ്പിലെയും സെക്രട്ടറിമാർക്ക് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഫയൽ അയക്കാം, അതിനൊരു അനുവാദം കൊടുത്തു. അപ്പം മന്ത്രിമാര് വെറും നോക്കുകുത്തികളാവും. സെക്രട്ടറി നേരെ ചീഫ് സെക്രട്ടറി അയക്കുന്നു, ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് അയക്കുന്നു. മുഖ്യമന്ത്രിക്ക് അത് ഫയൽ വിളിച്ചു വരുത്താം, പക്ഷെ സെക്രട്ടറിക്ക് അങ്ങനെ നേരിട്ട് അയക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നു ചട്ടങ്ങളിൽ. അതിനെ എതിർത്തു, തോൽപ്പിച്ചു. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ CPIക്ക് ഉണ്ട്. ഇപ്പോ ബിനോയ് വിശ്വത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. നിലപാടുള്ള ഒരാളാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു ആദർശപരമായ ഒരു സ്റ്റാൻഡ് എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല അവസരം ലഭിച്ചിരിക്കുക. CPI സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോഴത്തെ വിഷയമാണെങ്കിൽ, ഈ PM ശ്രീ വിഷയമാണെങ്കിൽ ആദർശപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു ശരിയായ നിലപാടാണ് താനും. അപ്പൊ പോരാടി വിജയിക്കാൻ ബിനോയ് വിശ്വത്തിന് സാധിക്കുമോ, അതോ അദ്ദേഹം കീഴടങ്ങുമോ? അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.